നമസ്കാരം. സുഭാഷിതം ചാനൽ കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ ആളുകൾ ജയിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, അവർ ജയിച്ചു വന്നാൽ നമ്മൾ വിവിധങ്ങളായ വികസന കാര്യങ്ങൾ ഇതിലൂടെ പറയും. അങ്ങനെ ധാരാളം ആളുകൾ നമുക്ക് വികസന കാര്യങ്ങൾ അയച്ചു തന്നു. ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെ ഒക്കെ നമ്മൾ പറയും. പക്ഷേ ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ആദ്യം 4-5 ഫോക്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇന്നലെ വി രാജേഷ് മേയറുടെ ഒരു നല്ല പ്രസ്താവന വന്നിട്ടുണ്ട്. അത് കണ്ണമ്മൂലയിലെ രാധാകൃഷ്ണൻ കൗൺസിലറുടെ ആദ്യമായ ഒരു വികസന കൂട്ടായ്മ പോലെ വിളിക്കുകയും അവിടെ വെച്ചാണ് അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയും ചെയ്തത്. പക്ഷേ വളരെ മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. പിന്നെ പാളയം എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ വളരെ പ്രമുഖമായ ഒരു മതമൈത്രി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു മതമൈത്രി നമുക്ക് വേണമെങ്കിൽ പറയാം. ഗണപതി ക്ഷേത്രമുണ്ട് അവിടെ, പാളയം മുസ്ലിംകളുടെ പള്ളിയുണ്ട്, പിന്നെ ക്രിസ്ത്യാനികളുടെ ലാത്തിൻ കത്തോലിക്കാരുടെ പള്ളിയുണ്ട്. അല്പം കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കോളേജുണ്ട്, കോളേജ് കഴിഞ്ഞാൽ വീണ്ടും പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അപ്പോൾ ഒരു മതമൈത്രിയുടെ ഇടമാണ് പാളയം എന്ന് പറയാം. അതിൻ്റെ ഒരു കാര്യവും പറയാനുണ്ട്. രാജേഷ് പറഞ്ഞ ഒരു മാതൃക, രാജേഷ് പറഞ്ഞത് ജപ്പാനിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മാതൃകയാണ്. ജപ്പാനിലും ചൈനയിലും ഒരു പരിധിവരെ അങ്ങനെയാണ്. കാരണം ഈ വീടുകളാണ് പലപ്പോഴും അസംബ്ലി യൂണിറ്റുകൾ. നമുക്ക് ഫാക്ടറികൾ തുടങ്ങി എല്ലാ ആളുകളെ ഫാക്ടറിയിൽ കൊണ്ടുപോയി ചെയ്യുന്നതിനുള്ള മൂലധന കോസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി, ക്യാപിറ്റൽ കോസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ആളുകളുടെ വീട്ടിൽ സെൻട്രലൈസ് ചെയ്ത് മെറ്റീരിയൽ എത്തിക്കും. അപ്പൊ അത് ഒരു പോയിന്റിൽ എത്തിച്ചാൽ മതി, ഇപ്പൊ റെസിഡൻസ് അസോസിയേഷനിലൊക്കെ എത്തിച്ചാലും മതി. വളരെ മനോഹരമായിട്ട് തിരുവനന്തപുരത്ത് ചെയ്യാൻ പറ്റും. മിക്കവാറും റെസിഡൻസ് അസോസിയേഷനുകൾക്കെല്ലാം ഓഫീസുണ്ട്. അപ്പൊ അവിടെ എത്തിച്ചാൽ മതി മെറ്റീരിയൽ. ഒരു പർട്ടിക്കുലർ ടൈമിൽ പല പാല് വാങ്ങാനും പല കാര്യങ്ങൾക്കും ആളുകൾ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ വാഹനം ചെല്ലുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെറ്റീരിയൽ അവിടെ കൊടുക്കാൻ പറ്റും. മെറ്റീരിയൽ ആയി കഴിഞ്ഞാൽ, അത് ഒരു പ്രോഡക്റ്റ് ആയി കഴിഞ്ഞാൽ, ഒരു നിശ്ചിത ദിവസം കൊടുത്താൽ അതൊരു പ്രോഡക്റ്റ് ആയി കഴിഞ്ഞാൽ അതിനെ മാർക്കറ്റ് ചെയ്യുന്നത്, അത് വിൽക്കുന്നതും കോർപ്പറേഷൻ ആയിരിക്കും. അപ്പൊ കോർപ്പറേഷൻ അത് വിൽക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റും. കാരണം ചാലയുണ്ട്, പാളയമുണ്ട്, ഓരോ സ്ഥലങ്ങളിലും അവർക്ക് മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. വളരെ മനോഹരമായ ഷോപ്പിംഗ് കോംപ്ലക്സുകളും മാർക്കറ്റുകളൊക്കെ ഉണ്ടാക്കാനുള്ള 100 വാർഡിലും ആഴ്ചച്ചന്തകളും അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടി. അപ്പോൾ വി രാജേഷ് മേയർ പറയുന്നത്, നമ്മൾ റാ മെറ്റീരിയൽ എത്തിക്കും. അത് പച്ചക്കറി മാത്രമല്ല, നമ്മൾ പച്ചക്കറി ഉണ്ടാക്കും, ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. വീട്ടമ്മമാർക്ക് പരിശീലനം കൊടുത്താൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏറ്റവും സിമ്പിളായ ഒരു കാര്യം പറയട്ടെ, തിരുവനന്തപുരത്ത് പ്ലാസ്റ്റിക് ഒരു വലിയ വില്ലനാണ്. എന്നാൽ പ്ലാസ്റ്റിക്കിന് പകരമുള്ള പേപ്പർ ബാഗോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന് പകരമുള്ള തുണി സഞ്ചിയോ ബനിയനിലുള്ള സഞ്ചിയോ ഒന്നും കിട്ടാനില്ല. അത് കിട്ടാത്തത് കൊണ്ടാണ് ആളുകൾ മേടിക്കാത്തത്. ആളുകൾ നമ്മൾ ആൾട്ടർനേറ്റീവ് കൊടുത്തിട്ട് വേണം ആളുകളോട് കുറ്റം പറയാൻ. ഞാൻ ഈ പ്ലാസ്റ്റിക്കിനെതിരെ വലിയ ക്യാമ്പയിൻ നടന്നപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു പ്രഭാഷണം, കേരളം മുഴുക്കെ പ്രഭാഷണം നടത്തുന്ന സമയമാണ്. അപ്പോൾ ഞാൻ മലപ്പുറത്തൊരു പഞ്ചായത്തിൽ ഇതുപോലെ ഒരു പ്രഭാഷണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞതെല്ലാം കറക്റ്റാണ്, പക്ഷെ ഞങ്ങള് മീൻ എന്തിൽ മേടിക്കും? ഞാൻ ഞെട്ടിപ്പോയി. ശരിയാണ്, പണ്ടായിരുന്നേ പാള ഉണ്ടായിരുന്നു. പാളയൊക്കെ തിരിച്ചുകൊണ്ടുവരേണ്ട സമയമേ. പാളയൊക്കെ വളരെ മോഡേൺ ആയിട്ട് പാള പ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും. പാളയുടെ പാളയുടെ കൂടുണ്ടാക്കാൻ പറ്റും. വളരെ മനോഹരമായിട്ട് പാളയിൽ നിന്ന് പലതും ഉണ്ടാക്കാം. പാള തവി ഉണ്ടാക്കാൻ പറ്റും. വാഴനാരിൽ നിന്ന് പലതും ഉണ്ടാക്കാൻ പറ്റും. പട്ടുനൂൽ സാരി വരെ വാഴനാരിൽ നിന്ന് ഉണ്ടാക്കാം. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തൊട്ടാണ്. നമ്മൾ തേങ്ങയിൽ നിന്ന് ഒരുപാട് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ മനുഷ്യന് പറ്റുന്ന ഇങ്ങനത്തെ കാര്യങ്ങളുടെ റോ മെറ്റീരിയൽസ്, ഡ്രസ്സിന്റെ കാര്യത്തിലാകട്ടെ, അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളാകട്ടെ, കുട്ടികൾക്ക് ആവശ്യമാണ്. അതിൽ അമ്പലങ്ങളിലേക്കുള്ള അമ്പലങ്ങളിൽ എന്തുമാത്രം പൂവാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. എന്തുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ അമ്പലങ്ങൾക്ക് ആവശ്യമായ തിരുവനന്തപുരം ജില്ലയിലെ വീടുകളിൽ നമുക്ക് സംഭരിച്ചുകൂടാ? ഇത് വളരെ സിമ്പിൾ കാര്യമാണ്. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ? അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് വീടുകളിൽ റോ മെറ്റീരിയൽസ്, അത് ഫുഡ്സിന്റെ ആകട്ടെ, ഇലക്ട്രോണിക് ആവട്ടെ, IT ആവട്ടെ, എന്തായാലും റോ മെറ്റീരിയൽസ് കോർപ്പറേഷന്റെ സംവിധാനത്തിലുള്ള വാഹനത്തിൽ കൊണ്ടു കൊടുക്കുകയും അത് പ്രോഡക്റ്റ് ആക്കി കഴിഞ്ഞാൽ, അതിന്റെ പ്രോഡക്റ്റായി അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, പ്രോഡക്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞ് അത് അക്കൗണ്ട് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് മൊബൈൽ ആപ്പ് വഴി തന്നെ അവർക്ക് പണവും അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന രീതിയിലേക്കുള്ള വലിയ ഓഫീസിന്റെ ആവശ്യമില്ല. ചെറിയ സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ വർക്ക് ചെയ്യും പോലെ ചെറിയ സംവിധാനത്തിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള മനോഹരമായ വർക്ക് അറ്റ് ഹോം എന്നൊക്കെ പറയണ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നതാണ്. പ്രോഡക്റ്റ് അറ്റ് ഹോം എന്നുള്ള കൺസെപ്റ്റിൽ ഒരു പ്രോജക്റ്റ് വരുന്നു എന്നാണ് വി രാജേഷ് പറയുന്നത്. മനോഹരമാണ്. ജപ്പാനെ നമുക്ക് അതിൽ മാതൃകയാക്കാൻ പറ്റും, ചൈനയെ അതിനകത്ത് മാതൃകയാക്കാൻ പറ്റും. ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ 2 വീഡിയോ ചെയ്യുന്നതിന് പകരമാണ് ഇത് ഒരെണ്ണം ചെയ്യുന്നത്. പാളയം എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു മാർക്കറ്റ്, അവിടുത്തെ കണ്ണിമേറ മാർക്കറ്റ് പൊളിച്ചിട്ട് അവിടെ പുതിയ മാർക്കറ്റ് വരികയാണ്. അപ്പോൾ തന്നെ പൈതൃകമായി പണ്ടുണ്ടായിരുന്ന ഗേറ്റ് പൊളിക്കുന്നില്ല.
ആ ഗേറ്റ് പൊളിക്കാത്തതിന്റെ പിന്നിൽ ഒരു നിഗൂഢത ഉണ്ടോ? കാരണം ഒന്ന് രണ്ട് ഓഫീസുകളും കൂടെ ആ ഗേറ്റിൽ ഇരിക്കുന്ന ചത്തുരത്തിൽ സ്ക്വയറിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണോ? എന്തായാലും അതുകൂടി പൊളിച്ചു കളഞ്ഞിട്ട് തുടക്ക സ്ഥലം മുതൽ ഇപ്പൊ അവിടെ കാറൊക്കെ കയറ്റിയിട്ടിരിക്കുന്ന ആ പള്ളിയുടെയൊക്കെ എതിർവശത്തുള്ള കാറെല്ലാം കയറ്റിയിട്ടിരിക്കുന്ന സ്ഥലം, ഞാൻ എല്ലാവരും കേരളത്തിലുള്ളവർ മറ്റുള്ളവർ വീഡിയോ കാണുന്നതാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ തിരുവനന്തപുരത്ത് ഇറക്കണ സ്ഥലം അറിയാം. അവിടെ ഇപ്പൊ പാർക്കിങ്ങിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലവും ഇപ്പോൾ പൊളിച്ചു കളഞ്ഞിരിക്കുന്ന കടകളുടെ സ്ഥലവും എല്ലാം കൂടെ ചേർത്തെടുത്താൽ വലിയൊരു പ്രദേശമുണ്ട്. ഈ പ്രദേശത്ത് എന്തുകൊണ്ട് ഇതൊരു കൺസെപ്റ്റാണ്, ഇപ്പൊ അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് രാജേഷ് അടിയന്തരമായി വി രാജേഷ് അതിന്റെ കൺസ്ട്രക്ഷൻ നിർത്തിവയ്പ്പിക്കണം. എന്നിട്ട് അണ്ടർഗ്രൗണ്ട് സെല്ലാറിലേക്ക് 3-4 ലെയർ 3-4 നില 1-2-3 നില. ഇപ്പൊ ഡൽഹിയിൽ വളരെ മനോഹരമായിട്ടാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഭൂമിക്കടിയിലുള്ളത്. ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ ഭൂമിക്കടിയിൽ വളരെ കൃത്യമായി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ പാളയത്തെ കൗൺസിലർ എന്ന് പറയുന്നത് മുൻ തിരുവനന്തപുരം എം പി ആയിരുന്ന എൽ ചാൾസ് എം പിയുടെ മരുമകൾ കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്കും കുറെ വികസന കാഴ്ചപ്പാടുകൾ. അത് കോൺഗ്രസ് ആണ്, അതൊന്നും വിഷയമല്ല. കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ വിഷയമല്ല. ഇപ്പൊ ഇന്നലെ നമ്മൾ ചെയ്തത് ബി ജെ പിയുടെ മണ്ഡലമാണ് പൂജപ്പുര. അതുപോലെ ഇന്നിപ്പോ നമ്മൾ ആലോചിക്കുന്നത് കോൺഗ്രസിന്റെ മണ്ഡലമാണ്. CPM മണ്ഡലവും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ആരുടെ മണ്ഡലം എന്നുള്ളതല്ല, എന്താണ് അവിടുത്തെ പ്രാധാന്യം എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ സെല്ലാറിലേക്ക് 1-2 നില തുറന്നിട്ട് മോൾ ഭാഗം ഗാർഡൻ ആക്കുന്നതാണ് ഏറ്റവും മനോഹരം. കാര്യം ക്ലൈമാറ്റ് ചേഞ്ചും അതും ഇതൊക്കെ കൊണ്ടതുകൊണ്ട് ഗാർഡൻ ആക്കിയാൽ വളരെ നല്ലത്. അല്ലെങ്കിൽ മുകളിലേക്ക് വളരെ പൈതൃക നിലയിലുള്ള ബിൽഡിങ്ങുകളോ ചെറിയ സംവിധാനമൊക്കെ ആക്കുക. അതുപോലെ തന്നെ പാളയം ഭാഗത്ത് ധാരാളം ഫുഡിന്റെ തട്ടുകടകൾ വരുന്നുണ്ട് രാത്രി. ഇതെല്ലാം കൂടി ഇവിടെ ഫുഡ് പ്ലാസ എന്ന് പറയുന്ന ഒരു സംവിധാനം തിരുവനന്തപുരത്ത് തുറക്കണം. കാരണം കേശവദാസപുരം, വഴുതക്കാട്, പാളയം തുടങ്ങി കരമന തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ രാത്രി നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അത് വലിയ അനുഗ്രഹമാണ്. നമ്മളൊക്കെ പോയി ധാരാളം കഴിച്ചിട്ടുണ്ട്. നല്ല ഫുഡാണ്. ഒരു ഹൈജീന്റെ ഒരു പ്രശ്നമുണ്ട്, എന്നാൽ പോലും നല്ല ഫുഡാണ്. അവിടെ വെച്ച് പാചകം ചെയ്യുന്നതിന്റെ ചെറിയ പ്രശ്നമുണ്ട്, എങ്കിൽ പോലും നമുക്ക് കാണുന്നത് കൊണ്ട് അത് കഴിക്കാം. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളത് പാചകം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എയർ പൊല്യൂഷൻ ഒക്കെ വരും അതിനകത്ത്. എന്നാൽ പോലും അത് ചെറിയ പ്രശ്നമില്ല, നമ്മൾ കഴിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളതിനെ ഫുഡ് പ്ലാസയിലേക്ക് കൊണ്ടുപോയാൽ മനോഹരം. അപ്പൊ പാളയം അവിടത്തിന്റെ ആ മാർക്കറ്റിന്റെ അടിവശം താഴേക്ക് 2-3 ലെയർ തന്നെ. അപ്പോൾ ഒരു ലെയർ വേണമെങ്കിൽ പാർക്കിങ്ങിന് കൊടുക്കാം. ബാക്കി 2 ലെയർ എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളും അതുപോലെ തന്നെ ഫുഡ് പ്ലാസയും ആളുകൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കാം. അവിടെ 1-2 മുറി ഈ പറഞ്ഞ പോലെ ഈ പ്രോഡക്റ്റുകൾക്ക് കൊണ്ടുവച്ച് അവിടെ വിൽക്കാനുള്ള മാർക്കറ്റിംഗ് സെന്റർ ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ പാളയം മാർക്കറ്റിനെ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സ്ഥലമാക്കി മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അതുപോലെ തന്നെയാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം അവിടെ കിടപ്പുണ്ട്. ആ സ്റ്റേഡിയത്തിന്റെ താഴേക്ക്, കാരണം ഇനിയിപ്പോ നമുക്ക് താഴേക്കും ഭൂമിക്കടിയിലോട്ടും മുകളിലോട്ടും പോകുക മാത്രമേ വികസനത്തിന് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ, വെർട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ലംബമായിട്ടുള്ള വികസനത്തിന് മാത്രമേ സാധ്യതയുള്ളൂ. ഇങ്ങനെ പരന്ന് വികസിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഒന്നുകിൽ ഭൂമിക്ക് അടിയിലോട്ട് നമ്മൾ കുഴിച്ചെടുക്കണം, അല്ലെങ്കിൽ മുകളിലോട്ട് പോകണം. മുകളിലോട്ട് ഒരുപാട് വെക്കുന്നതിനും പരിമിതിയുണ്ട്. അപ്പോൾ ഭൂമിക്ക് അടിയിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മുകളിൽ സ്റ്റേഡിയം നടന്നോട്ടെ. സ്റ്റേഡിയത്തിന് അവിടെ വലിയ ഇന്റർനാഷണൽ കളികളൊന്നും നടക്കുന്ന സ്റ്റേഡിയം അല്ലല്ലോ. ചെറിയ ചെറിയ കുട്ടികളുടെ മത്സരം, പോലീസ് മാർച്ച് പാസ്റ്റ്, പോലീസ് സമരം നടക്കുക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നടക്കുന്നതാണ്. ആ സ്റ്റേഡിയത്തിന്റെ ഉൾവശം താഴ്വശത്ത് തീർച്ചയായിട്ടും ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പൊ പാളയത്തെ ഒരു കണ്ടോൺമെന്റ്, പാളയം കണ്ടോൺമെന്റ് ഏരിയ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരികയും അതിന് ഞാൻ ഈ പറഞ്ഞ രീതിയിലേക്ക് എല്ലാ ഷോപ്പുകളും ഇതിനകത്തേക്ക് കൊണ്ടുവന്നാൽ പിന്നെ ഇപ്പൊ അതിന് സാഫല്യം കോംപ്ലക്സ് കൊണ്ട് ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഒരു പൈതൃക നഗരത്തിലേക്ക് തിരുവനന്തപുരത്ത് പോകാൻ കഴിയും. ഇപ്പൊ രാജേഷിന്റെ ഈ ആശയവും നടക്കട്ടെ. പാളയത്തെ ഈ കൺസെപ്റ്റ് നമ്മൾ മുന്നോട്ട് വെക്കുന്നു. ഇതുപോലെ ഓരോ സ്ഥലത്തെക്കുറിച്ചും കരമന, നെടുങ്കാട്, കരിമം ഇങ്ങനെ തുടങ്ങി കഴക്കൂട്ടം ഓരോ സ്ഥലത്തെക്കുറിച്ചുള്ള വേളി, ആക്കുളം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഴിഞ്ഞം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ വികസിപ്പിക്കുന്ന 10-20 കേന്ദ്രങ്ങളെ മനോഹരമായി വികസിപ്പിക്കുന്ന പ്രോജക്റ്റുകൾ പൊതുജനങ്ങൾ ഞങ്ങൾക്ക് അയച്ചിരുന്ന വിവരങ്ങൾ കൂടി എടുത്തുകൊണ്ടാണ് മേയറുടെയും തിരുവനന്തപുരം ജനതയുടെ മുന്നിൽ സുഭാഷിത ചാനൽ അവതരിപ്പിക്കുന്നത്.